ആവറേജ്? ചില സെക്ഷനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചില സെക്ഷനൊക്കെ അത്യാവശ്യം ഈസിയാണ്. ഓക്കെ, ജി കെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ജി കെ ഒക്കെയോ? ഓൾമോസ്റ്റ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുറച്ച് ടഫ് ആയിരുന്നു. ഇംഗ്ലീഷ് ഒരു ടഫ് ആയിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയോ? അധികം ടഫ് അല്ല. എന്നാലും ഇംഗ്ലീഷ്, മലയാളം, മാത്സ് കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ടഫ് ആയിരുന്നു. ജി കെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സും വലിയൊരു മീഡിയം ടൈപ്പ് മീഡിയം ആയിരുന്നു. ജി കെ പോർഷൻസോ? ജി കെയും പ്രശ്നമില്ല. ജി കെ എന്നല്ല, എക്കണോമിക്സ് കൂടുതൽ ജോഗ്രഫി ടൈപ്പ് ഇല്ലേ, അത് പിന്നെ എക്കണോമിക്സ് ജോഗ്രഫി കുറച്ച് കടുപ്പിച്ച്. അത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചെടുക്കാൻ സമയം വായിച്ചെടുക്കാൻ കുറച്ച് നല്ലോണം വായിക്കണം. ആദ്യം വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. 2-3 പ്രാവശ്യം വായിച്ചാൽ കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള കുറച്ച് ആഴത്തില് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം ഒക്കെ എങ്ങനെയുണ്ട്? മലയാളം മോശമില്ലായിരുന്നു അല്ലേ? നമ്മുടെ കമ്പനി ബോർഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഒരു പ്രിലിമിനറി പരീക്ഷയാണ് നമ്മൾ കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ഉടനെ പുറത്ത് വരും. നമുക്ക് അവരുടെ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്ന എക്സാംസ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. പൊതുവെ എളുപ്പമായിരുന്നല്ലേ? എന്നാലും കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നിയ ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നു? ഡിഫിക്കൽട്ട് സയൻസ് മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ച് കണക്കിന് കുറച്ചുണ്ടായിരുന്നു. മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം ഈസിയാണ്. മലയാളം ഇംഗ്ലീഷ് ഒക്കെ എളുപ്പം. ബാക്കിയുള്ള നമ്മുടെ ജി കെ, ഹിസ്റ്ററി, ജോഗ്രഫി അതും എളുപ്പം. പിന്നെ സ്പോർട്സ് മേഖല എളുപ്പം. സ്പോർട്സ് മേഖല എളുപ്പമായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആയിരുന്നു. അധികം വായിക്കാൻ സമയം കിട്ടില്ല. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് വലുപ്പമുണ്ട്. കുഴപ്പമില്ല. ഈ ജി കെ ഒക്കെ എങ്ങനെ ഉണ്ട്? കുറച്ച് പാടായിരുന്നു. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഹിസ്റ്ററി കുറച്ച് പാടായിരുന്നു. ഹിസ്റ്ററിയും കുറച്ച് പാടായിരുന്നു. എക്സാം കുഴപ്പമില്ല. ഏതെങ്കിലും പോർഷനെ കുറിച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയായിരുന്നോ? ജോഗ്രഫി കുറച്ച് പാടായിരുന്നു അല്ലേ? ബാക്കി മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാക്സിമം കുഴപ്പമില്ല. ഓക്കെ ആയിരുന്നു. പറയോ? കുഴപ്പമില്ല. പാട് എന്ന് തോന്നിയ ഡിഫിക്കൽട്ട് എന്ന് ഏതെങ്കിലും മേഖല ഉണ്ടായിരുന്നോ? ജി കെ കുഴപ്പമില്ല, മാത്സ് കുഴപ്പമില്ല. ഇംഗ്ലീഷ്, മലയാളം കുറച്ച് കടുപ്പിച്ചോ? മലയാളം ഒക്കെ, ഇംഗ്ലീഷും ഒക്കെ ഓവറോൾ നോർമലാണ്. പിന്നെ ആവറേജ് ലെവല്. ജി കെ കുറച്ചങ്ങോട്ട് നീങ്ങിയാലും കുറച്ച് ടഫായി. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിടിക്കാൻ പറ്റി. ചെറിയ വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതോ ഒരു മീഡിയം ലെവലുള്ള വായിച്ച സമയം എടുക്കും? നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, പഠിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ആവറേജ് ആയിരുന്നു അല്ലേ? നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് എന്തെങ്കിലും ഫീൽ ചെയ്ത് ഏതെങ്കിലും? ഇംഗ്ലീഷും മാത്സും കുറച്ച്. ഇംഗ്ലീഷ്, മാത്സും. ബാക്കി ജി കെ പോർഷൻസ് ഒക്കെയോ? ജി കെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കുറച്ച് ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സ് കുറച്ച് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലെങ്തി ആയിട്ടുള്ളതായിരുന്നു അതോ ഒരു മീഡിയം വായിച്ചെടുക്കാൻ ടൈം കൺസ്യൂം ആയിരുന്നു? കുഴപ്പമില്ല. ഏതെങ്കിലും പോർഷൻ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തോ? മാത്സ് കുറച്ചൊരു മലയാളം കുറച്ച് പാടും. ബാക്കിയെല്ലാം ഓക്കെ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് ടാസ്ക് ആയിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ജി കെ പോർഷൻസാ? ജി കെ കുറച്ച് ടാസ്ക് ആയിരുന്നു അല്ലേ? ഓക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മൾ സംസാരിച്ചതിൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് വെച്ചാൽ ഒരു ആവറേജ്, എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ലെങ്തി ആയിരുന്നു, സമയം എടുത്തു കുറച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും മൊത്തത്തിൽ നമുക്കൊരു ആവറേജ് ലെവൽ എന്ന രീതിയിൽ നമുക്ക് എന്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.